നമ്മുടെ ലൈഫിൽ മറ്റെന്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആരോഗ്യം. ആരോഗ്യത്തിനേക്കാളും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യത്തിനേക്കാളും മനോഹരമായിട്ടുള്ള മറ്റൊന്നും തന്നെയില്ല. പക്ഷേ ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുക പലപ്പോഴും ആരോഗ്യം നശിച്ചതിന് ശേഷമായിരിക്കും. കണ്ണുള്ളപ്പോൾ കണ്ണിന് വില മനസ്സിലാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഓവറോൾ ഹെൽത്തിന്റെ കേസും. ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് ആരോഗ്യം എത്രമാത്രം പ്രധാനമാണെന്ന് പലപ്പോഴും മനസ്സിലാവാറില്ല. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് നമ്മൾ നോക്കാൻ ശരിക്കും ഒരു അസുഖം വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാക്കി മാറ്റേണ്ട ഒരു കാര്യം തന്നെയാണ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. ഇത് പറയുന്നത് ഷിം സിഗ്നേച്ചറിന്റെ സ്ഥാപകയായ ഷിംന ജോസഫ് ആണ്. അതെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന സംരംഭമാണ് ഷിം സിഗ്നേച്ചർ. പേഴ്സണൽ ഡയറ്റ്, ഓൺലൈൻ വർക്കൗട്ട്സ്, യോഗ, ഫിറ്റ്നസ് ട്രെയിനിങ്, സുംബ എന്നിങ്ങനെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് റിലേറ്റഡ് ആയ A to Z സൊല്യൂഷൻസ് നൽകുന്ന സ്ഥാപനമാണ് ഷിം സിഗ്നേച്ചർ ഫിറ്റ്നസ്. വളരെ ചെറിയ ഒരു കാലയളവ് കൊണ്ട് ഷിം സിഗ്നേച്ചർ ഫിറ്റ്നസ് സ്റ്റുഡിയോ കോച്ചിങ് നൽകിയിരിക്കുന്നത് 5000-ലധികം ആളുകൾക്കാണ്. നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്ന മിക്ക ബിസിനസ്സുകാരുടെയും ലൈഫ് സ്റ്റോറി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ തുടക്കത്തിൽ പിന്നിൽ എന്തെങ്കിലും ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി ഉണ്ടാവും. ഒരു നേഴ്സായിരുന്ന ഷിംനയുടെ ഡ്യൂട്ടി ടൈമിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം, ആ അനുഭവമാണ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിനെ കുറിച്ചുള്ള അവരുടെ ചിന്താഗതി തന്നെ മാറ്റിമറിച്ചത്. ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു 32 വയസ്സുള്ള വ്യക്തിയെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. കാര്യം ചെസ്റ്റ് പെയിൻ ആണ്. അന്ന് ആ 32കാരൻ ഡോക്ടറോട് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ഡോക്ടറെ, ഞാൻ മരിച്ചു പോകുമോ? അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്ര പണം വേണമെങ്കിലും മുടക്കാൻ തയ്യാറായി നിൽക്കുന്ന കുടുംബവും. ആ ചെറുപ്പക്കാരന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും കരച്ചിലിന് പിന്നിൽ ആ ഹോസ്പിറ്റലിലെ അന്തരീക്ഷം തന്നെ ആകെ മാറിയിരുന്നു. അന്ന് ഷിംന മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല. അന്ന് തീരുമാനിച്ചു, ഇനിയുള്ള ലൈഫിൽ പ്രയോറിറ്റി ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിന് തന്നെയായിരിക്കും. അന്ന് സീനിയർ ഡോക്ടർ ജൂനിയർ ഡോക്ടറോട് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു: നമ്മുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള സാഹചര്യം നമുക്ക് തന്നെ ഒഴിവാക്കാൻ സാധിക്കും. നമ്മുടെ ഹെൽത്തിനെ നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്താൽ മാത്രം മതി. തോന്നുമ്പോൾ തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം എടുത്ത് കഴിക്കുക, ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം കൊടുക്കാതിരിക്കുക, വ്യായാമം ചെയ്യാതിരിക്കുക, തോന്നിയതുപോലെ ഉറങ്ങുക. ഇങ്ങനെ ഹെൽത്തിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള രീതികളാണ് പല അസുഖങ്ങൾക്കും കാരണം. ഇത് കേട്ടപ്പോൾ ഷിംനയുടെ ചിന്ത പോയത് അവരടക്കമുള്ള നഴ്സുമാരുടെ കാര്യത്തിലായിരുന്നു. പലപ്പോഴും ജോലിയുടെ തിരക്ക് കൊണ്ടും വർക്കിംഗ് അവേഴ്സ് കൂടുതലായതുകൊണ്ടുമൊക്കെ അവരും ഇതുപോലെ തന്നെ ഹെൽത്തിനെ ഒട്ടും ടേക്ക് കെയർ ചെയ്യാത്ത സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഹെൽത്തിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള ഒരു രീതി തന്നെയായിരുന്നു അവർക്കിടയിലും കുറെ പേർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റം വരുത്താൻ ഷിംന തീരുമാനിച്ചു. പിന്നെ വൈകിയില്ല, ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ അമേരിക്കൻ ഡിപ്ലോമ നേടി. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെയും ഡയറ്റീഷ്യൻസിനെയും വെച്ചിട്ട് ഷിം സിഗ്നേച്ചർ ഫിറ്റ്നസ് തുടങ്ങിയത് കൂടെ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്കായിരുന്നെങ്കിലും ഇന്നത് ഗ്ലോബലി സർവീസ് കൊടുക്കുന്ന ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോ ആയിട്ട് മാറി. വർക്കൗട്ട് ആണെങ്കിലും ഡയറ്റ് ആണെങ്കിലും ഓരോ വ്യക്തിക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് എങ്ങനെ പ്രോപ്പറായി പ്ലാൻ ചെയ്യാം എന്നുള്ളതിൽ ഒരു വ്യക്തിയെ സഹായിക്കുക എന്നുള്ള കാര്യമാണ് ഷിം സിഗ്നേച്ചർ ഫിറ്റ്നസ് ചെയ്യുന്നത്. നിങ്ങളും നിങ്ങളുടെ ആരോഗ്യത്തെ അവഗണിക്കാറുണ്ടോ? അതോ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണോ? എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻസ്പയറിംഗ് ബിസിനസ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Like, subscribe and press bell button. Stay tuned for more videos.